ഗീതാഞ്ജലിയിലെ സംഗീതത്തെയും പ്രകാശത്തെയും കൂട്ടിയിണക്കിയ മനോഹരമായ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഞാൻ നിങ്ങളുടെ മുന്നിൽ ആലപിക്കുക. മഹാപ്രഭുവിനോട്, ആ പ്രഭു തന്നെയാണ് ഗുരുവിന്റെ പ്രഭുവും. ഗുരുവിന്റെ പ്രഭുവും സച്ചിദാനന്ദൻ ആണ്. സത്ത് ചിത്ത് ആനന്ദനാണ്. സത്യവും ജ്ഞാനവും ആനന്ദവും ചേർന്നതാണ് ഗുരുവിന്റെ പ്രഭു. അത് ടാഗോറിൽ നിന്ന് ഗുരു സ്വീകരിച്ചതാണോ ഗുരുവിൽ നിന്ന് ടാഗോർ സ്വീകരിച്ചതാണോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. ടാഗോർ പാടുകയാണ്, ഹേ മഹാപ്രഭോ, ഞാനറിവീല ഭവാന്റെ മോഹനഗാനാലാപന ശൈലീ, നിവൃതം ഞാനതു കേൾപ്പൂ സതതം നിതാന്ത വിസ്മയശാലീ. ഉദയഗാന പ്രകാശകലയാൽ ഉജ്വല ശോഭം ഭുവനം അലതല്ലിടുകയാണധിഗഗനം വായുവിലീശ്വരചലനം. അലിയിക്കുന്നു ശിലകളെ ഈശ്വരഗംഗാസരഭസഗമനം. പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ, പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ പരാജിത നിലയിൽ, നിബദ്ധനിഹ ഞാൻ നിൻ ഗാനത്തിൻ നിരന്തമാകിയ വലയിൽ. ഗാനപ്രകാശകല, ഈ ഗാനമാണ്, നാദത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായതെന്ന് ഭാരത തത്വശാസ്ത്രം പറയുന്നല്ലേ. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആംകാരമായതിനു താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണ അല്ലേ. ബൈബിളിലും അത് തന്നെ പറയുന്നത്. ബൈബിളിൽ പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായി, ശബ്ദമാണുണ്ടായത്, പിന്നെയാണ് രൂപമുണ്ടായത്.